ഗൾഫിൻ്റെ പുതിയ വാർത്തകളും കൗതുകങ്ങളുമായി വീക്കെൻഡ് അറേബ്യ വീണ്ടും. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗസയിൽ യുദ്ധം 3 മാസം പിന്നിട്ടിരിക്കുന്നു. തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിൽ പലതും വെടിമരുന്ന് നിറച്ച് കാത്തിരിക്കുകയാണ് ചിലർ. യമൻ, ലെബനാൻ, ഇറാൻ, ഇറാഖ് എല്ലായിടങ്ങളിലും സ്ഫോടനാത്മകമാണ് കാര്യങ്ങൾ. ഈ ഘട്ടത്തിൽ സമാധാനത്തിനു വേണ്ടി ശബ്ദിക്കാൻ ആരാണ് രംഗത്ത് വരിക? ഓരോ ദിനവും ഇസ്രായേൽ കൊന്നുതള്ളുന്നത് നൂറുകണക്കിന് നിരപരാധികളെ. അവരിൽ നല്ലൊരു പങ്കും സ്ത്രീകളാണ്, കുട്ടികളാണ്. പ്രതിരോധം തീർക്കേണ്ട ലോകം നിസ്സംഗതയിൽ തുടരുമ്പോൾ ആഗ്രഹിക്കാതെയാണെങ്കിലും യുദ്ധത്തിന് വ്യാപ്തി കൂടുകയാണ്. ഗസക്കപ്പുറം പുതിയ യുദ്ധമുഖം തുറക്കരുതെന്നും അതിനെ പിന്തുണയ്ക്കില്ലെന്നും അമേരിക്ക തുടക്കം മുതൽ പറയുന്നുണ്ട്. അതിനിടയിലും എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ഇസ്രായേലിന് വൻതുകയുടെ ആയുധ വിതരണവും പൊടിപൊടിക്കുന്നു. ഗസക്കപ്പുറത്തേക്കെങ്കിലും ഈ ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറയേണ്ടതല്ലേ? മൊത്തം ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റു പല ശക്തികൾക്കും പലതരം താല്പര്യങ്ങളാണ്. ജനങ്ങളവിടെ പിടഞ്ഞു മരിക്കുന്നു എന്നുള്ളതിന് വളരെ ചെറിയ കൺസേൺ മാത്രമാണ് വൻശക്തികൾ എന്ന് ഉൾപ്പെടുന്ന ആളുകൾ, രാഷ്ട്രങ്ങളൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലിരിപ്പ് അതാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ എണ്ണയും മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം താല്പര്യങ്ങളുണ്ട്. സിറിയക്കു നേരെയുള്ള തുടരൻ ആക്രമണങ്ങൾ, അതിനു പിന്നാലെ ലെബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കുള്ള കടന്നുകയറ്റം, ഹമാസ് നേതാവ് സാലി അൽ ആറൂറിയെ വധിച്ച് യുദ്ധവ്യാപ്തി കൂട്ടാൻ ഉത്സാഹിക്കുന്നത് ആര് എന്ന ചോദ്യം അമേരിക്ക പക്ഷേ ഉയർത്തുന്നില്ല. ഇറാനും ഇറാൻ അനുകൂല മിലീഷ്യകളും അവർ മാത്രമാണ് യുദ്ധവ്യാപ്തി കൂട്ടുന്നതെന്നാണ് ഇരട്ടത്താപ്പിന്റെ യാങ്കി നയതന്ത്ര ഭാഷ്യം. ആയുധ വിപണിയും മറ്റു രാഷ്ട്രീയ താൽപ്പര്യങ്ങളും വൻശക്തി രാജ്യങ്ങളുടെ ഈ അജണ്ടയ്ക്ക് വിലയൊടുക്കേണ്ടി വരുന്നതാകട്ടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും. 70കൾ മുതൽ ആരംഭിച്ചതാണ് ഗൾഫ് മേഖലയുടെ സ്വാസ്ഥ്യം തകർക്കാനുള്ള ആസൂത്രിത നീക്കം. എണ്ണയും ആയുധ വിപണിയും രാഷ്ട്രീയ മേൽക്കോയ്മ സ്ഥാപിക്കലും അതായിരുന്നു മുഖ്യം. ഇറാനായിരുന്നു ആദ്യ ഉന്നം. എംബസി ജീവനക്കാരെ 444 നാളുകൾ ഇറാൻ ബന്ദിയാക്കിയതിൻ്റെ ഈർഷ്യ ഇനിയും തീർന്നിട്ടില്ല അമേരിക്കക്ക്. നീണ്ട 8 വർഷങ്ങൾ ഇറാഖ് ഇറാൻ യുദ്ധത്തിലൂടെ കൊല്ലപ്പെട്ടത് 10,000-ങ്ങൾ. പിന്നീട് ഇറാഖിൻ്റെ കുവൈത്ത് അധിനിവേശം, അത് അമേരിക്കക്ക് മേഖലയിൽ മികച്ച അവസരമായി. ഇറാഖ് യുദ്ധം കൊന്നൊടുക്കിയത് ലക്ഷങ്ങളെ. എല്ലാം മറന്ന് മേഖല ഒന്ന് നിവർന്നു നിൽക്കാൻ നോക്കുന്ന സമയം കൂടിയാണിത്. അതിനിടയിലാണ് യുദ്ധഭീതി വീണ്ടും വേട്ടയാടുന്നത്. യുദ്ധത്തിൻ്റെ കെടുതികൾ ഒരുപാട് അനുഭവിച്ച മേഖലയാണ് പശ്ചിമേഷ്യ. അതുകൊണ്ട് തന്നെയാണ് സമാധാനത്തിനു വേണ്ടി സജീവമായി രംഗത്തിറങ്ങാൻ സൗദി അറേബ്യ ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നതും. യുദ്ധത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഗൾഫിന് ഓർത്തെടുക്കാൻ. അതിൻ്റെ നിരർത്ഥകത മേഖല നന്നായി തന്നെ തിരിച്ചറിയുന്നുമുണ്ട്. യമനിൽ ഹൂത്തികളുമായി പോലും രമ്യതയിൽ നീങ്ങാൻ സൗദി അറേബ്യയും മറ്റും തീരുമാനിച്ചതും വെറുതെയല്ല. തുടക്കം മുതൽ തന്നെ സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ധാർഷ്ട്യം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു നയതന്ത്ര അറബിക് സ്ട്രാറ്റജി ഫോറത്തിലൊക്കെ സമാപന സമ്മേളനത്തിലൊക്കെ ഇതൊരു സൂചനയായിട്ട്, അത് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ്. കാരണം നമുക്ക് യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല, ഈ ലോകത്തൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സംഘർഷം ഒന്നും ബാക്കിയാക്കുന്നില്ലെന്ന തിരിച്ചറിവാണ് ഗൾഫുമായി ഒത്തുപോകാൻ ഇറാനെയും പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല. പുറത്തുനിന്നുള്ളവർ അജണ്ട നിർണ്ണയിക്കുന്ന യുദ്ധം കൂടിയാണിത്. ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആയുധ കച്ചവടമാണ്. ഇപ്പോൾ ഈ കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ഒരു ആംസ് ഡീൽ നടന്നതായിട്ടുള്ള വിവരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഒരു ചെയ്തി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്കൊന്നും ചിന്തിക്കുന്ന തരത്തിലേക്കല്ല. അതായത് ഇതിൻ്റെ അകത്ത് സാമ്പത്തികമായ താല്പര്യങ്ങളും ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു തരം വംശീയമായ ഉന്മൂലനം അതിൻ്റെ ഒരു ബേസായിട്ട് നിലനിൽക്കുകയാണ്. രാജ്യങ്ങളുടെ പരമാധികാരം ലംഘിച്ച് സൈനിക നടപടി തുടരുമ്പോൾ തിരിച്ചടികൾ സ്വാഭാവികം. അത് പക്ഷേ നേർക്കുനേരെ ബാധിക്കുക മേഖലയെയാണ്. ഇവിടെ ജീവിക്കുന്ന അസംഖ്യം മനുഷ്യരെയാണ്. മലയാളികൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഗൾഫിൽ ചേക്കേറിയ ലക്ഷക്കണക്കിന് മനുഷ്യർ. അവരും കൊതിക്കുന്നത് സമാധാന ദിനങ്ങൾ തന്നെയാണ്. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി പടരുമ്പോൾ അത് മലയാളികൾ ഉൾപ്പെടെ പ്രവാസി സമൂഹങ്ങളുടെയും നെഞ്ചിടിപ്പേറ്റുക സ്വാഭാവികം.
കോവിഡാനന്തരം തൊഴിലിടങ്ങളും വിപണിയും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുവന്ന നല്ല കാലം, നിക്ഷേപ സാമ്പത്തിക മേഖലകളിൽ മികച്ച കാലാവസ്ഥ, ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയും കടന്ന് യൂറോപ്പിലേക്ക് ചരക്കുകടത്ത് സുഗമമാക്കുന്ന സാമ്പത്തിക വ്യാവസായിക കോറിഡോർ പോലുള്ള ഭാവി സ്വപ്നങ്ങൾ, ആ പ്രതീക്ഷകൾക്കു കൂടിയാണ് പുതിയ സംഘർഷം പാരപണിയുന്നത്. സംഘർഷം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ചെങ്കടലിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഗാസയിലെ ഒരു പരിഹാരത്തിന് കാണുന്നില്ല. അമേരിക്കയുടെ നിലപാട് വളരെ ശക്തമായ നിലപാടാണെങ്കിൽ തന്നെയും ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ തന്നിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൗനവും നിസ്സംഗതയും ഉൾവലിയലും, അതാണ് മികച്ച ഡിപ്ലോമസി എന്ന് തെറ്റിദ്ധരിച്ച പല രാജ്യങ്ങളുമുണ്ട്. ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം ചെങ്കടൽ ചാടിക്കടക്കാനാകുമോ എന്നാണ് അവർ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും. തുടങ്ങാൻ എളുപ്പം, അവസാനിപ്പിക്കുക എന്നത് ഏറെ സങ്കീർണവും. ഇത് തിരിച്ചറിയാൻ രാജ്യങ്ങൾക്ക് സാധിക്കുമോ? ഇടപെടേണ്ട ഘട്ടത്തിൽ മിണ്ടാതിരുന്നതിൻ്റെ ഫലം കൂടിയാണ് മേഖല ഇന്ന് അനുഭവിച്ചു തീർക്കുന്നത്. ആ സമീപകാല ചരിത്രമെങ്കിലും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതില്ലേ? ഇനിയും ദിവസങ്ങളോളം ഇത് നീണ്ടുപോകും. ആ നീണ്ടുപോകുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുണ്ടാകാൻ പോകുന്ന അരക്ഷിതാവസ്ഥ അത് വലിയ അർത്ഥത്തിലുണ്ടാകും. അതുപോലെ തന്നെയാണ് പ്രവാസി മലയാളികളെ അടക്കം ഇതൊരു ബാധിക്കുമെന്നുള്ളത്. കാരണം തൊഴിൽ തേടി എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ തന്നെയും UN-ൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും UN വ്യക്തമായിട്ടൊരു നിലപാടാണെങ്കിൽ തന്നെയും നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവരുടെ കൈവിട്ട് പോകില്ലെങ്കിൽ തന്നെയും പ്രശ്നം ഏകദേശം പരിഹരിക്കാനുള്ള സാധ്യതയാണെങ്കിൽ തന്നെയും കൂടുതലും സങ്കീർണതയാണ് വരാൻ. അരുത് എന്ന വാക്യം കുറെ കൂടി കർക്കശമായി സയനിസ്റ്റ് രാഷ്ട്രത്തോട് ലോകം പറയേണ്ട സമയം. അതിന് സാധിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയും കടന്ന് യുദ്ധം പടരുന്ന നാളുകൾ അധികം വിദൂരമാകില്ല. ചെറിയൊരു ബ്രേക്ക്, ഉടൻ തിരിച്ചെത്തും.